പ്രൈസ് ദി ലോർഡ്. മകളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂലൈ മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ വിധങ്ങൾക്കുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുകയും ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രഭാത സന്ദേശത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ ചോദ്യങ്ങളുടെ മറുപടി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ അനേകരുടെ ചോദ്യങ്ങളുടെ മറുപടിയാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ വചനത്തിന്റെ ശക്തി ചിലവരെ വിടുവിക്കട്ടെ. ഇതാ മറിയ ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുകയാണ്, ഞാൻ ഒരു കന്യകയായിരിക്കുകയും ഒരു പുരുഷനെ ഇതുവരെയും അറിയാത്തതുകൊണ്ട് എങ്ങനെ ഇത് സംഭവിക്കും? അനേകർ ചോദിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? എല്ലാ വഴികളും അടഞ്ഞതുപോലെ തോന്നുന്നു, ഇനി മുമ്പോട്ട് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയും. നിങ്ങൾ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്നവരാണ്. മറിയോട് ദൂതൻ മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൂതൻ മറിയോട് മറുപടി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വിശ്വസിക്കാമെങ്കിൽ അനേകരുടെ ചോദ്യങ്ങളുടെ മറുപടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ വെളിയിൽ വരുമ്പോൾ. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ചോദ്യങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് പറയുവാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാരെ നോക്കി അവരുടെ എല്ലാ വഴികളും അടഞ്ഞ് അവർ യഹൂദന്മാരെ പേടിച്ച് നിൽക്കുകയാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ മുമ്പിലോട്ട് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്കൊരു വഴിയില്ല, ഞങ്ങൾ എങ്ങനെയെന്നുള്ള വലിയ ചോദ്യത്തിനകത്താണ് നിൽക്കുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊരു വാഗ്ദത്തം ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് അവരുടെ അസാധ്യതകളെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഈ പ്രഭാതത്തിലും അനേകരോട് പരിശുദ്ധാത്മാവ് പറയാണ്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. വിശ്വസിക്കാമെങ്കിൽ നിന്റെ അസാധ്യതകളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്ങനെയെന്നുള്ള അനേകരുടെ ചോദ്യത്തിനകത്ത് അതിരുകളെ വിശാലമാക്കുന്ന, അസാധ്യതകളെ സാധ്യമാക്കുന്ന വാഗ്ദത്തം ഇന്നും ശേഷിക്കുക. പ്രിയരെ, വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കതിനായി ഉണരാം, നമുക്കതിനായി ദാഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അടഞ്ഞ വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. ആത്മാവിൻ്റെ ശക്തി ശിഷ്യന്മാരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി തീർത്തു. അവരുടെ അസാധ്യതകൾ അവരുടെ മുമ്പിൽ കീഴടങ്ങി. വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രോമിസ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് അത്ഭുതങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണോ? ആ വാഗ്ദത്തത്തിന് വേണ്ടി ഉറപ്പായി വിശ്വസിക്കുക,
ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വരുമ്പോൾ മാനുഷികമായ അസാധ്യതകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം ദൈവത്തിൻ്റെ സാക്ഷികളായി തീരാൻ പോവുകയാണ്. ഒരുമിച്ച് വിശ്വസിക്കാമെങ്കിൽ എങ്ങനെയെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മുകളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം പ്രിയരെ. അതിനായി ഉറപ്പായി കാത്തിരിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന അങ്ങയുടെ ആത്മശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേളിലേക്കും അങ്ങയുടെ അത്യന്ത ശക്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഇന്ത്യൻ സമയം 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വേഗത്തിലേക്ക് കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാട്ടെ. സൂമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.